5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുള്ളതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ നന്മകളും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി കൂടിയാണെങ്കിലും അവരുടെ ഒരു അധികാരം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ കൂടി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സംവിധാനം ഉണ്ടാക്കി. ഇന്ത്യയിൽ ഏകദേശം 540ഓളം കളക്ടർമാർ, ഡിസ്ട്രിക്ട് കളക്ടർമാരെ നേരിട്ട് നിയന്ത്രിക്കാനൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ആണെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർമാർ, ചീഫ് സെക്രട്ടറിമാർ, അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറിമാർ, വളരെ DGPമാർ, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ തുടങ്ങിയ വളരെ മനോഹരമായ കുറേ കോഴ്സുകൾ, പരീക്ഷകളും ഡിസൈൻ ചെയ്തു. അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പറയാൻ കാരണം നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച്, IAS IPS കുറിച്ച് എന്നോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് നേരിട്ട് ഫോണിലൊക്കെ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ രൂപത്തിൽ ചെയ്യണം, അങ്ങനെ ഡിമാൻഡിൻ്റെ ബേസിൽ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് നോക്കാം. ഏകദേശം ഒരു 16ഓളം സർവീസുകളെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFOS. ഈ IFOS പറയാൻ കാരണം ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞൊരു IFS വേറെയുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനാണ് ഇന്ത്യൻ F, പിന്നെ ഒരു സ്മാൾ O ഇട്ട് ടെസ്റ്റ് ഇടും. അതാണ് ഫോറസ്റ്റ് സർവീസ്. ഫോറസ്റ്റ് സർവീസ് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സംവിധാനത്തിൽ വരുന്നൊരു എക്സാമൊക്കെ ബയോളജി, സുവോളജി ഒക്കെ പഠിച്ചിട്ടുള്ള, ബോട്ടണിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്കാണ് കൂടുതൽ, ഫോറസ്റ്റ് സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കാണ് കൂടുതൽ അവർക്ക് എഴുതാൻ പറ്റുന്നൊരു സർവീസാണ് ഇന്ത്യൻ IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. പിന്നെ ഞാൻ പറയാൻ കഴിയുന്ന ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, IAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, നമ്മുടെ IRS, നമ്മുടെ ഡൽഹി അരവിന്ദ് കെജ്രിവാളൊക്കെ IRSൽ വരുന്ന ആളുകളാണ്. ഇന്ത്യൻ ട്രേഡ് സർവീസ്. അങ്ങനെ ഒരു 16ഓളം സർവീസ്. അതിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ഞാൻ മറ്റു കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ കൂടുതൽ സമയം ഉപയോഗിക്കുക. അവർ 16ഓളം സർവീസ് അങ്ങനെ വരുന്നു. പിന്നെ ആംഡ് ഫോഴ്സ് സർവീസ് ഉണ്ട്. ഗ്രൂപ്പ് Bയിൽ വരുന്നതുണ്ട്. ഡാനിക്സ്, പോണ്ടിച്ചേരി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ 19ഓളം കേഡറുകളിലേക്ക് നമുക്ക് ജോലിക്ക് കിട്ടും. എന്താണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ, എപ്പോഴാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്, അങ്ങനെ ചില വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണ് സാധാരണ ഇതിന് പരീക്ഷ എഴുതാൻ എലിജിബിൾ ആകുന്നത്. അപ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതുന്നവർക്ക് നെറ്റിൽ കയറി UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ പരീക്ഷ വിളിക്കുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ, അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അപേക്ഷിച്ചിരിക്കുന്ന രീതി, നമുക്ക് കുറേ ഡോക്യുമെൻറ്റുകൾ ആവശ്യമുണ്ട്. ആധാർ കാർഡ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇൻകം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ കുറേ അധികം സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം മാർക്ക് ലിസ്റ്റ്, ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം. അതൊരു നമുക്കൊരു ജനസേവന കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു കമ്പ്യൂട്ടറൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പരീക്ഷകളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഒരു പ്രിലിമിനറി പരീക്ഷയുണ്ട്, എന്ന് പറയുന്നത് പ്രാഥമികമായ ഒരു പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അത് മൂന്നും ചേർത്തിട്ടാണ് മാർക്ക് നിശ്ചയിക്കുന്നത്. എന്താണ് പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ആദ്യമായി കുട്ടി എഴുതുന്ന പരീക്ഷയാണ്. അത് 2 പേപ്പറാണ് ഉണ്ടാവുക, രാവിലെ ഉച്ചയ്ക്കുമായിട്ട്. 200 മാർക്കിന് വീതമുള്ള 2 പേപ്പറുകൾ ഉണ്ടാവും. ആ 200 മാർക്ക് വീതമുള്ള പേപ്പറുകളിൽ ഒന്നാമത്തെ പേപ്പറിന് പറയുന്ന പേര് ജനറൽ സ്റ്റഡീസ് ആണ്. എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനം, നമ്മുടെ ജനറൽ നോളജ് എത്ര ഉണ്ട് എന്ന് പരിശോധിക്കുന്ന 200 മാർക്കിനുള്ള ഒരു പരീക്ഷയാണത്. അതുപോലെ തന്നെ പിന്നെ CSAT എന്ന് പറയുന്ന നമ്മുടെ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരിത്തമാറ്റിക് റീസണിങ്, നമുക്കൊരു ലോജിക്ക് ഉപയോഗിച്ച്, പിന്നെ പബിൾസ് ഒക്കെ പോലെ പറയുന്ന ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവും. കുസൃതി ചോദ്യങ്ങൾ എന്നൊക്കെ പറയാം, പസിലുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ. നമ്മൾ പസിൽസൊക്കെ പിന്നെ നമ്മൾ പഠിക്കുന്ന കാലത്ത് കുട്ടികളൊക്കെ പസിൽസൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഉത്തരം പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലോജിക്കൽ റീസണിങ് ആണ്. അപ്പോൾ അതും നമുക്കത് പ്രാക്ടീസ് ചെയ്താൽ എടുക്കാൻ കഴിയുന്ന 2 കാര്യമാണ്. അതിൽ പിന്നെ ക്വാളിഫയിങ് പേപ്പറിനാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വാളിഫയിങ് പേപ്പറിനാണെങ്കിൽ 66 മാർക്കാണ് നമുക്ക് വേണ്ടത്. 66 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. മറ്റേ രണ്ടാമത്തേനാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് വേണം, 100 കട്ട് ഓഫ് മാർക്ക് അവരാണ് തീരുമാനിക്കുക. കാരണം ഒരു 8-10 ലക്ഷം ആളുകളെങ്കിലും ഏകദേശം, ഞാൻ ഉദ്ദേശം പറയുന്നതാണ്, ഓരോ വർഷവും വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു 8 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതും. ഒരു 10-15,000 പേരെ മാത്രമേ അവർക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി, മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി, അപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്ക് വയ്ക്കും. അപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്, അത് ഓരോ വർഷവും നിശ്ചയിക്കുന്നതാണ്. ആ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ്, അതുപോലെ തന്നെ പിന്നെ മറ്റേ ഒരു പേപ്പറിനാണെങ്കിൽ 66 മാർക്ക് വാങ്ങണം, അടുത്ത പേപ്പറിന് കട്ട് ഓഫ് മാർക്ക് വയ്ക്കും. അത് ചിലപ്പോൾ 70, 77 മാർക്ക്, 80 മാർക്കിനകത്തായിരിക്കും കട്ട് ഓഫ് പല വർഷങ്ങളും വരുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരീക്ഷ എഴുതാൻ കഴിയും. അടുത്ത പരീക്ഷ എഴുതുന്നതാണ് കുറച്ചുകൂടി മറ്റൊരു രസകരമായ കാര്യം. അതിനെ സംബന്ധിക്കുന്ന ചില വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് മെയിൻ എക്സാം എന്ന് പറയും. മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ എക്സാം എഴുതാൻ
കുറച്ച് സമയം കിട്ടും. ആ മെയിൻ എക്സാമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ എക്സാമിന് വരുന്നത് അപ്പോൾ സാധാരണ പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കകത്ത് റിസൾട്ട് വരും. റിസൾട്ട് വന്നാൽ 2 മാസത്തിനകത്ത് മെയിൻ എക്സാം നടക്കും. മെയിൻ എക്സാമിൽ 2 തരത്തിലുള്ള പേപ്പറുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്ന പേപ്പറുകളാണ്. അത് ക്വാളിഫയിങ് പേപ്പറാണെന്ന് പറയാം. കാരണം അതിനൊരു 25% മാർക്ക് കിട്ടിയാലേ അടുത്ത പേപ്പറിൽ വാല്യൂ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടല്ല പരീക്ഷ, ഒന്നിച്ചങ്ങ് പരീക്ഷ നടക്കും. 25% മാർക്ക് ഇംഗ്ലീഷിൽ നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ട്, ഗ്രാമർ, സെൻറ്റൻസ് മേക്കിംഗ്, അതുപോലെ തന്നെ വെക്കാബുലറി, ഇതിനെ സംബന്ധിക്കുന്ന ഒരു 25% മാർക്ക് നമുക്ക് മേടിക്കണം. ഇത് മേടിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ലാംഗ്വേജ്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ മദർ ടങ് എന്നാണെന്ന് വെച്ചാൽ അതിലും ഒരു 25. ഇപ്പോൾ മലയാളികളാണെങ്കിൽ മലയാളത്തിൽ 25 മാർക്ക്, ഹിന്ദിക്കാരൻ അങ്ങനെ 25% മാർക്ക്. ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ മാർക്കിൻ്റെ 25% വാങ്ങിച്ചാലേ അടുത്ത സ്ഥലത്തേക്ക് കയറാൻ കഴിയുള്ളൂ. ഇനി അടുത്തതാണ് നമുക്ക് പിന്നെ ഈ അടുത്ത സെക്ഷനാണ് നമുക്ക് കുറച്ചുകൂടെ വിശദമായി പഠിക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു 7ഓളം പേപ്പറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ എസ്സേകളാണ്. നമ്മൾ ലേഖനങ്ങളും അത് പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ തരികയും എസ്സേകൾ എഴുതുക എന്നുള്ളതാണ്. 10ഓളം ക്വസ്റ്റ്യൻ തരും, 2 എസ്സേ എഴുതുക. അത് ഇതെല്ലാം സബ്ജക്റ്റ് വേരിയാണ് കേട്ടോ. UPSCയുടെ സിലബസ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ വളരെ ജനറലായി പറയുന്നതാണ്. അത് വളരെ ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2, 3, ജനറൽ സ്റ്റഡീസ് 4 ജനറൽ സ്റ്റഡീസ് ഉണ്ടായിരിക്കും, പേപ്പറുകൾ ഉണ്ടായിരിക്കും. അതിന് 250 മാർക്ക് വീതമാണ് ഉള്ളത്. ലാംഗ്വേജിന് 300 മാർക്ക് വീതം, ഈ മറ്റ് ജനറൽ സ്റ്റഡീസ് 4 പേപ്പറിന് 250 മാർക്ക് വീതം. പിന്നെ 2 ഓപ്ഷണൽ പേപ്പറും ഉണ്ടായിരിക്കും. ഇങ്ങനെ 7, 2, 9 പേപ്പർ ഇപ്പം തന്നെ എഴുതണം. അപ്പം മെയിനിന് ഒരു 9 പേപ്പർ വരും, പ്രിലിമിനറിക്ക് 2 പേപ്പർ, 11 പേപ്പറിൻ്റെ പരീക്ഷയായിട്ട് വരും. ഇതിൽ ആദ്യം പ്രിലിമിനറിക്ക് 200 മാർക്ക് 400 മാർക്ക് മാറി, ലാംഗ്വേജ് 300 600 മാർക്ക് മാറി, ബാക്കി ഉള്ള 7 പേപ്പറിന് 250 മാർക്ക് വെച്ചാണ് വരുന്നത്. അങ്ങനെ 250 1750, 300 600, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ ഒരു 400 മാർക്ക് വന്നു. അപ്പോൾ 600 1000 2750 മാർക്കിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പക്ഷേ ഇത് അങ്ങനെ 2750 മാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുന്നതല്ലത്, ഒരു വലിയ പ്രോസസ്സ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇത് നേടാൻ കഴിയും. ഇനി വരുന്ന മേജർ പേപ്പറുകളിൽ, ഓപ്ഷണൽ പേപ്പറുകളിൽ 7 പേപ്പറുകളിൽ വരുന്നത് ഒന്നാമത്തിൽ പൊളിറ്റിക്സ്, ജോഗ്രഫി, ആനുവൽ ജോഗ്രഫിയിൽ നിന്ന് ഇന്ത്യൻ ജോഗ്രഫി വരും, വേൾഡ് ജോഗ്രഫി വരും, ജോഗ്രഫിയുടെ ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫിയുടെ വേരിയസ് ആസ്പെക്ട് വരും, ഹിസ്റ്ററി വരും, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഏഷ്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിസ്റ്ററി കുറേ അധികം വരും. പിന്നെ സൊസൈറ്റിയെക്കുറിച്ചുള്ള അതാണ് ഒരു പേപ്പറിൽ വരുന്നത്. രണ്ടാമത്തെ പേരിൽ പൊളിറ്റിക്സ്, ഗവേണൻസ്, നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്ത പേപ്പറിൽ വരും. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, അടുത്തത് വരുന്നത് സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, എക്കോളജി, ഇൻ്റർണൽ സെക്യൂരിറ്റി, അതെല്ലാം കൂടി വരും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ ഒക്കെ കൂടി വരും. പിന്നെ നമുക്ക് വരുന്ന പേപ്പർ എന്ന് പറയുന്നത് എത്തിക്സിനെ കുറിച്ചുള്ള പേപ്പറാണ്. അത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും, അതിനകത്ത് തന്നെ മനസ്സിലാക്കി ഓപ്ഷണൽ പേപ്പർ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ 2 പേപ്പറും വരും. അങ്ങനെ 7 പേപ്പറാണ് അതിനകത്ത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഡിഗ്രി പഠിക്കുന്നവർക്ക് ഇത് പരീക്ഷ എഴുതാം. ഇനി ആർക്കാണിത്, ഇതിൻ്റെ തയ്യാറെടുപ്പ് എപ്പോൾ നടത്തണം, അതിനുള്ളൊരു മുന്നൊരുക്കം എന്തൊക്കെയാണ്? എനിക്ക് IAS എഴുതണം എന്ന് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ IPS എഴുതണം എന്ന് താല്പര്യമുള്ളവർ, ആദ്യത്തെ ഒരു 10, 70, 100 പേർക്കകത്തായിരിക്കും IAS ഒക്കെ കിട്ടുന്നത്. ഒരു 100 പേർക്ക് താഴെ ലിസ്റ്റിൽ വന്നാൽ 10, 700 പേരെ ലിസ്റ്റായിരിക്കും. ഈ 10,000 പേര്, ഞാൻ പറഞ്ഞു 7-8 ലക്ഷം ആളുകൾ എഴുതും. അതിൽ നിന്നൊരു 10-10,000 പേരെ അവർ സെലക്ട് ചെയ്യും, പിന്നെ അടുത്ത മെയിനിലേക്ക്. അതിൽ നിന്ന് കുറച്ച് പേര് സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുപോകും. ഇൻ്റർവ്യൂവിലും 250 മാർക്കിൻ്റെ കഥയേ ഉള്ളൂ. അപ്പോൾ അതും പഠിക്കാൻ എളുപ്പമാണ്, ഇതൊക്കെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന കേഡർ വയ്ക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് കേഡർ വെച്ച് കൊടുത്താൽ മഹാരാഷ്ട്രയിൽ ലീവ് ഉണ്ടെങ്കിലേ ഒഴിവുണ്ടെങ്കിലേ മഹാരാഷ്ട്ര കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മറ്റു സ്ഥലത്തേക്ക് ഓപ്ഷനിൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഓപ്ഷനിലനുസരിച്ച് നമുക്ക് മെയിനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റീജിയനൊക്കെ അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ കേരള കേഡർ വേണമെന്ന് നിർബന്ധം പിടിച്ചു. പക്ഷേ കേരള കേഡറിൽ ആ സമയത്ത് ഒഴിവില്ലെങ്കിൽ നമ്മൾ അടുത്ത് വയ്ക്കുന്ന പഞ്ചാബ് കേഡർ ആണെങ്കിൽ അവിടെ ആയിരിക്കും കിട്ടുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഡ്യൂ കോഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എപ്പോഴാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, അതാണ് വളരെ പ്രധാനം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇതിനകത്ത് തയ്യാറെടുക്കുന്നു. ജൂനിയർ IAS പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ രാജനാരായണ സ്വാമിയുടെ അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ബാങ്ക് അവർ മകൻ 4ാം ക്ലാസ്സിലായപ്പോൾ രാജിവെച്ചു എന്നാണ് പറയുന്നത് ജോലി. കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് വേണമെന്ന്. പക്ഷേ അവർക്കത് പറ്റാത്തതുകൊണ്ട് മോനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി 4ാം ക്ലാസ്സിലായപ്പോൾ ജോലി രാജിവെച്ച് മകനെ തയ്യാറെടുപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം സിവിൽ സർവീസിലും MSCയും MTech എല്ലാം, MTech ഒക്കെ വലിയ റാങ്ക് വാങ്ങി പാസ്സായ ആളാണ്. ഭയങ്കര ബ്രെയിനായിട്ടുള്ള വളർന്നു വന്ന കുട്ടിയാണ്. അത് വേറെ കഥ. പക്ഷെ നമുക്ക് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒന്നും അത് പറ്റത്തില്ല. ജോലി രാജിവെച്ച് മക്കളെയും പഠിപ്പിക്കാൻ പറ്റും. അതെങ്കിലും ഒരു 8ാം ക്ലാസ് മുതലേ കുട്ടികളുടെ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. കുഞ്ഞുനാളിലെ ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലത്. വളരെ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങൾക്ക് എത്ര ചെറിയ പ്രായമായാലും കുഞ്ഞുങ്ങൾക്ക്
ബർത്ത്ഡേ വരുമ്പോൾ, അവരുടെ ഒരു ആഘോഷം വരുമ്പോൾ, വീട്ടിലൊരു ആഘോഷം വരും, കുഞ്ഞു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക. അതവർ ആദ്യം കഥയും നോവലൊക്കെ വായിച്ചാൽ മതി. പക്ഷെ പിന്നെ അവർ വായിക്കാൻ പഠിക്കും, എഴുതാൻ പഠിക്കും. അപ്പോൾ വായിക്കാൻ പഠിക്കുക, എഴുതാൻ പഠിക്കും. ലാംഗ്വേജ് കുറേശ്ശെ അവരെ പഠിപ്പിക്കണം. എത്ര ചെറിയ പ്രായത്തിൽ ലാംഗ്വേജ് പഠിപ്പിക്കുമോ അത്രയും നല്ലത്. ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കാൻ പറ്റണം. ഇംഗ്ലീഷും അവരുടെ മദർ ടങ്ങും, അവരുടെ സ്വന്തം കേരളീയനാകുമ്പോൾ മലയാളവും നന്നായി അവർക്ക് ചെറിയ പ്രായത്തിലെ വായിക്കാനും എഴുതാനും പഠിക്കുന്നത് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. എത്ര ചെറിയ പ്രായത്തിൽ ചെയ്യോ അത്രയും നല്ലത്. സിവിൽ സർവീസിന് വേണ്ടി മാത്രമല്ല, എങ്ങനെയായാലും. രണ്ടാമത്, ഈ അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷനും റീസണിങ്ങും ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ചില സാധനങ്ങൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ കയറും. അത് നമുക്ക് ചെയ്ത് പഠിപ്പിച്ചെടുക്കാം. 8ാം ക്ലാസ് മുതൽ വായന കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പോകാം. അപ്പോൾ അവധി ദിവസം 8ലൊക്കെ കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരുപാട് അവധി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ എന്താണ്, സമ്മർ വെക്കേഷനൊക്കെ കിട്ടും. 2-3 മാസം അവധി കിട്ടും. ആ സമയത്തൊക്കെ 2 മാസത്തോളം, മാർച്ച് ഏപ്രിൽ മെയ് 3 മാസത്തോളം അവധിയൊക്കെ കിട്ടും. ആ സമയത്തൊക്കെ കുട്ടികൾക്ക് ചെറിയ ഡയറി വാങ്ങിച്ച് കൊടുത്ത് അതിനകത്ത് അവർ നോട്ടൊക്കെ എഴുതി അവർ ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ നെറ്റിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ചാറ്റ് GPT-ലായാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പുതിയ നോളജ്, പിന്നെ ജോഗ്രഫി, പിന്നെ ഹിസ്റ്ററി, ഇങ്ങനെ വരുന്ന എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ പ്രായം മുതലേ ഇംഗ്ലീഷ് പത്രം, പ്രത്യേകിച്ച് ഹിന്ദു പത്രം വായിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഹിന്ദു പത്രമാണ് ഞാൻ പലരും വായിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വായിക്കാറുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ വായിക്കാറുണ്ട്. ഇംഗ്ലീഷ് പത്രം, ഏതെങ്കിലും ഒരു മലയാളം പത്രം, ഇംഗ്ലീഷ് പത്രം, മാഗസിനുകൾ, നല്ല മാഗസിനുകൾ വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വായനാശീലം വളർത്തിയെടുക്കണം. ഒരു +2 ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടിയെ നന്നായി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇതിലേക്കൊന്ന് ട്യൂൺ ചെയ്യണം. നല്ല സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിക്കണം. നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഒരു +2 കഴിയുമ്പോൾ, ഒരു ഡിഗ്രി കഴിഞ്ഞ് മതി. ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ അവർക്ക് കോച്ചിങ്ങിന് പോകാം. ഓൺലൈൻ കോച്ചിങ് സെൻറ്ററുകൾ ധാരാളമുണ്ട്. ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററുകളും, അതായത് അവിടെ പോയി നേരിട്ട് പഠിക്കാൻ കഴിയുന്ന കോച്ചിങ് സെൻറ്ററുകളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള നമുക്ക് വേണ്ടത് വളരെ ലളിതമാണ്. അച്ഛനും അമ്മയും സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ല. അവർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് മക്കൾ സീരിയസ് ആയി സ്വപ്നം കാണണമെന്നില്ല. പക്ഷേ കുട്ടികൾ ഇതിനകത്ത് വളരെ ഇനിഷ്യേറ്റീവായി ഇത് വേണം, ഇതൊരു ലക്ഷ്യമാണ് എന്നുള്ള വെച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കുക, സ്വപ്നം കാണുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 21 ദിവസം തുടർച്ചയായി സ്വപ്നം കാണാൻ പറ്റിയാൽ പിന്നെ അത് റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളെ കളക്ടറായിട്ടാണ് അവർ IAS കിട്ടി, കളക്ടറായിട്ട് കളക്ടറേറ്റിൽ പോകുന്നു, പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഓഫീസ് ഫയലുകൾ നോക്കുന്നു, അവിടെ ഇരിക്കുന്നു, മീറ്റിങ്ങുകളിൽ പോകുന്നു, അവർക്ക് സ്വീകരണം കിട്ടുന്നു, അവർ കളക്ടറായി മാറി പിന്നെ അടുത്ത ചീഫ് സെക്രട്ടറി ആകുന്നു. ഇങ്ങനെ വിവിധ പോസ്റ്റുകളിലേക്ക് ഇരിക്കുന്നതായിട്ടും സ്റ്റേറ്റ് കാറിൽ പോകുന്നതായിട്ടും ഒക്കെ അവരെ നല്ല സ്വപ്നം പോയതായി സംഭവിച്ചു കഴിഞ്ഞു. അതിനായിട്ട് സ്വപ്നമൊക്കെ കണ്ട് ഒരു 10-20 ദിവസം സ്വപ്നമൊക്കെ കണ്ട് മെൻ്റലി അവരൊന്ന് പ്രിപ്പയർ ആവട്ടെ. മെൻ്റലി പ്രിപ്പയർ ആയാൽ ലാംഗ്വേജ് വൈസ് പ്രിപ്പയർ ആവുക, അരിത്തമെറ്റിക്കൽ പ്രിപ്പയർ ആവുക, ഇത്രയും പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ്. ഒരാളെ ഉള്ളുവെങ്കിലും, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയാലും ഒരാൾക്ക് ഒരു പോസ്റ്റേ ഉള്ളെങ്കിലും ആ പോസ്റ്റ് നമുക്കാണ്, എനിക്കാണ് ആ ഒരു പോസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് തയ്യാറെടുക്കുക. അല്ലെങ്കിൽ ഇത്രയും വലിയ പോസ്റ്റ് ഉണ്ട്, നമ്മളെ ചേട്ടൻ എഴുതി, മാമൻ എഴുതി, മച്ചമ്പ എഴുതി, അളിയൻ എഴുതി, കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം എഴുതി, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് നോക്കണ്ട. ഇതിനകത്തൊരു ഭാഗ്യം എന്നൊരു ഇലമെൻറ്റ് കൂടെയുണ്ട്. ഒരേപോലെ പോയാൽ പോലും ഒരുപോലെ ലിസ്റ്റിൽ വന്നാലും ഒരു ഭാഗ്യം ഇലമെൻ്റ് ഉണ്ട്. അത് ആർക്കാണ് കരുതി വച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ വലിയ മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുക. എത്രയും ചെറിയ പ്രായത്തിലേ തുടങ്ങുമോ അത്രയും കൃത്യമായി പഠിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ പിന്നെ സിവിൽ സർവീസാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് സയൻസ്, +2-നും ഡിഗ്രിക്കും സയൻസ് സബ്ജക്റ്റുകൾ എടുത്ത് ഒരുപാട് പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അല്ല പേരൻ്റെ കൂടെ ഡോക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ വെച്ചതിന് ശേഷമാണ് സിവിൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ആർട്സ് സബ്ജക്റ്റുകൾ എടുക്കുന്നതാണ് ബെറ്റർ. ഇത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, അല്ല ഡോക്ടർ വേണം, പേരൻ്റെ കൂടെ MBBS എടുത്തിട്ട് പോകണം, സിവിൽ സർവീസ് വേണം, അത് അങ്ങനെയുള്ളവരായിക്കോട്ടെ. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അങ്ങനെയുള്ളവരത്ര ഒരുപാട് പേരുണ്ട്. അതായിക്കോട്ടെ. എന്തായാലും നിങ്ങൾ എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും ഇതിൽ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ കുട്ടികളും ഇതിന് തയ്യാറെടുക്കുക. ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞു, ലാസ്റ്റിൽ അതിൻ്റെ ഗുണം കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഈ 16ഓളം സർവീസുകളോ അല്ലെങ്കിൽ ഉപസർവീസുകളോ ഗ്രൂപ്പ് B കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ കോമ്പിറ്റൻസി നിങ്ങൾക്ക് വരും. അതിലൂടെ നിങ്ങൾക്ക് UPSCയുടെയും PSCയുടെയും മറ്റു റെയിൽവേയുടെയും ബാങ്കിൻ്റെയും ഒക്കെ മറ്റ് ടെസ്റ്റുകളിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് കയറാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് സ്വപ്നം കാണുക, നല്ലൊരു സിവിൽ സർവൻ്റ് ആവുക. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആകട്ടെ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം.